Hello dear NEET aspirants. ഇന്ന് നമ്മൾ വൺ ഷോട്ട് സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ്. ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും നീറ്റിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിനെ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് പഠിക്കാം. വിത്തിൻ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. നോക്ക്, ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ആക്സിലറേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ആക്സിലറേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് അതുമായി കണക്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ലോജിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആയിട്ട് നിലകൊള്ളുന്ന സിറ്റുവേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ആക്സിലറേഷൻ സീറോ അല്ല, മറ്റൊരു നോൺ സീറോ നമ്പറാണ്, പക്ഷേ അതൊരു കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ മാറുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ പ്രോബ്ലംസ് യൂസ് ചെയ്യാൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. പല കുട്ടികളും പറയാറുണ്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് നോക്കുക, എന്നിട്ട് വേണം ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ. കാരണം നമ്മളിലുള്ള മൂന്ന് ഇക്വേഷനിൽ ഒന്ന് വെലോസിറ്റിയും ടൈമും നമ്മുടെ റിലേഷനാണ്, v = u + et. പിന്നെ ഒന്ന് ഡിസ്പ്ലേസ്മെന്റും ടൈമും നമ്മുടെ റിലേഷനാണ്, s = ut + ½ at². ദെൻ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ റിലേഷനാണ്, v² = u² + 2as. അപ്പോൾ ഡാറ്റ തന്നിട്ട് വേണം, ഡാറ്റ അനലൈസ് ചെയ്താൽ നമുക്ക് ഗിവൺ ഡാറ്റ അനലൈസ് ചെയ്താൽ നമുക്ക് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ മൂന്ന് ഇക്വേഷനിലും ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് രണ്ട് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ആ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്, അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്കത് പറയാം. സോ ഫസ്റ്റ് ടൈപ്പ് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. ഇതിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ആവറേജും ഡിസ്റ്റൻസ് ആവറേജും ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. സോ മൊത്തം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് ആണെങ്കിൽ അതിൽ ആദ്യത്തെ പാർട്ട് S1 ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ ആണെങ്കിൽ ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 20 കിലോമീറ്ററിനാണ് ഞാൻ എസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റത്തെ ചെറിയൊരു ഭാഗം S1, ഒരു 5 കിലോമീറ്റർ. അടുത്ത പാർട്ട് S2, അടുത്ത പാർട്ട് S3. ഇങ്ങനെ മൂന്നോ നാലോ വരാം. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് 3 പറഞ്ഞു. 3 S1, S2, S3 3 ഡിസ്റ്റൻസ്. ഈ S1 ഡിസ്റ്റൻസ് അത്രയും ട്രാവൽ ചെയ്യുന്നത് V1 സ്പീഡിലാണ്, S2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് V2 സ്പീഡ്, S3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് V3 സ്പീഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആവറേജ് സ്പീഡ് വരിക ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് S1 + S2 + S3 വരും. ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, ഇവിടെ ടൈം നമുക്ക് ക്വസ്റ്റിൽ തരൂല. ടൈം = ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ഞാൻ S എന്നല്ല എടുത്ത്, S / V ആണ്. അപ്പോൾ S1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം T1 ആണ്. ആ T1 എന്തായിരിക്കും? ടൈം = ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ S1 / V1. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ S1 / V1 പ്ലസ് അടുത്ത ടൈം ഇൻ്റർവൽ S2 / V2, അടുത്ത ടൈം ഇൻ്റർവൽ S3 / V3 എന്ന് വരും. ഓക്കെ, ഇനി ഹാഫ് ഡിസ്റ്റൻസ്, അതായത് ഹാഫ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ടോട്ടൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ A to B, A നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി ദൂരം ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് S എന്ന് എഴുതാം. പകുതി ദൂരം, അതായത് S/2 ട്രാവൽ ചെയ്യുന്ന സ്പീഡ് V1ഉം ബാക്കി പകുതി S/2 ട്രാവൽ ചെയ്യുന്നത് V2 സ്പീഡിലുമാണെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ഷോർട്ട് കട്ട് ഇക്വേഷൻ കിട്ടും. ആ സിറ്റുവേഷനിൽ ആവറേജ് സ്പീഡ് = 2V1 V2 ഡിവൈഡഡ് ബൈ V1 + V2. ഈ കൺസെപ്റ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചോ. 200 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ, കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക്. അപ്പോൾ എറണാകുളത്തേക്ക് 200 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ നമ്മൾ 50 km/h സ്പീഡിലും ബാക്കി 100 കിലോമീറ്റർ 25 km/h എന്ന സ്പീഡിലും ട്രാവൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ ജേർണിയുടെ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡും V1ഉം അതർ ഹാഫ് വിത്ത് സ്പീഡ് V2 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റീസ് 2V1 V2 ഡിവൈഡഡ് ബൈ V1 + V2. അതല്ല ഈക്വൽ അല്ലാതെ വ്യത്യസ്ത ഡിസ്റ്റൻസ്, ഒന്ന് 100 കിലോമീറ്റർ, പിന്നെ 200 കിലോമീറ്റർ, പിന്നെ ഒരു 50 കിലോമീറ്റർ, അങ്ങനെ വ്യത്യസ്ത ഡിസ്റ്റൻസ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുക. S1 ആദ്യത്തെ ഡിസ്റ്റൻസ് ബൈ അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് S1 / V1 + S2 / V2 + S3 / V3. അങ്ങനെ ഡിനോമിനേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താനും പറ്റും. ഇനി ഡിസ്റ്റൻസ്, ഇതിപ്പോൾ ഡിസ്റ്റൻസ് ആവറേജ് ആണ്. അടുത്തത് ടൈം ആവറേജ് എടുക്കുന്ന സമയത്ത് ഒരാൾ A to B ട്രാവൽ ചെയ്യാണ്. ടോട്ടൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം, ആദ്യത്തെ ടോട്ടൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു 2 മണിക്കൂറാണെന്ന് വിചാരിച്ചോ. അതിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ T1 ടൈം ട്രാവൽ ചെയ്യുന്ന സ്പീഡ് V1 ആണ്. അടുത്ത T2 ടൈം ട്രാവൽ ചെയ്യുന്ന സ്പീഡ് V2 ആണ്. അടുത്ത T3 ടൈം ട്രാവൽ ചെയ്യുന്ന സ്പീഡ് V3 ആണ്. നേരത്തെ നമ്മുടെ സ്പീഡ് മാറ്റുന്നത്
പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ്. ആദ്യത്തെ 500 മീറ്ററിന് ഒരു സ്പീഡ്, അടുത്ത 200 മീറ്ററിന് സ്പീഡ്, അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ടോട്ടൽ ജേണിയുടെ ടൈമില്ലേ, ആ ടൈമിൽ നമ്മളിങ്ങനെ മുറിക്കുകയാണ്. മൊത്തം ഒരു 30 മിനിറ്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ ആദ്യത്തെ 10 മിനിറ്റ് ഒരു സ്പീഡ്, അടുത്ത 10 മിനിറ്റ് അടുത്ത സ്പീഡ്, അങ്ങനെ ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുകയാണ്. അപ്പോൾ T1 ടൈം ഇൻ്റർവെല്ലിൽ V1 ആണ് സ്പീഡ്, അത് കോൺസ്റ്റൻ്റ് ആണ്. T1 ടൈം ഇൻ്റർവെല്ലിൽ പിന്നെ വെലോസിറ്റി V1 ആണ്, അത് മാറുന്നില്ല. T2 ടൈം ഇൻ്റർവെല്ലിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി മാറി V2 ആയി, പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയി, പിന്നെ അത് മാറുന്നത് T3 ടൈം ഇൻ്റർവെല്ലിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് വരിക ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞുകൂടാ, അവിടെ ഡിസ്റ്റൻസിനെ കുറിച്ചൊന്നും പറയൂല. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ T1 ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V1 ഇൻറ്റു T1, അടുത്ത ഡിസ്റ്റൻസ് V2 ഇൻറ്റു T2 പ്ലസ് അടുത്തത് V3 ഇൻറ്റു T3 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം T1 പ്ലസ് T2 പ്ലസ് T3. ഇപ്പോൾ 3 ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. യൂഷ്വലി 3 ഉണ്ടാവുക, 4, 5 ഒക്കെ വന്നാൽ നമ്മൾ ഇതേ മെത്തേഡിൽ സോൾവ് ചെയ്യും. ഇനി ടോട്ടൽ ജേണിയുടെ സമയം T ആണെന്ന് വിചാരിച്ചോ. പേന്ന് ബിയിലേക്ക് യാത്ര ചെയ്യാണ്. ടോട്ടൽ ജേണിയുടെ സമയം T ആണെന്ന് വിചാരിച്ചു. അതിൽ പകുതി സമയം ട്രാവൽ ചെയ്യുന്ന സ്പീഡ് T/2 ടൈം ട്രാവൽ ചെയ്യുന്ന സ്പീഡ് V1ഉം അടുത്ത T/2 ട്രാവൽ ചെയ്യുന്ന സ്പീഡ് V2ഉം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണെന്ന് വിചാരിച്ചു. 4 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് എത്തുന്നതെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡും അടുത്ത 2 മണിക്കൂറിൽ വേറെ പെർട്ടിക്കുലർ സ്പീഡും. അപ്പോൾ ആദ്യത്തെ 2 മണിക്കൂറിൽ കോൺസ്റ്റന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്, അതിപ്പോൾ ഒരു 20 km/h ആണെങ്കിൽ അടുത്ത 1 അവർ, അടുത്ത ടോട്ടൽ 4 അവർ ജേണി അല്ലേ, ആദ്യത്തെ 2 അവർ ജേണിയിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡ്, ആ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അടുത്ത 2 അവറിൽ വേറൊരു പെർട്ടിക്കുലർ സ്പീഡ്, ആ 2 അവറിൽ അത്രയും ആ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ആദ്യത്തെ 2 അവറിൽ 50 km/h ആണെങ്കിൽ ആ 2 അവർ കംപ്ലീറ്റ് ആവുന്ന ഒരു 50 km/h ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത 2 അവറിൽ ഒരു 60 km/h, ആ ത്രൂ ഔട്ട് ആ 2 അവറും 60 km/h തന്നെ. അപ്പോൾ മൊത്തം ജേണിയുടെ ടൈമിൻ്റെ പകുതി ടൈം ഒരു സ്പീഡും ബാക്കി പകുതി ടൈം ഒരു സ്പീഡും. ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആവറേജ് സ്പീഡ് വരിക V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഈ 2 ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചേക്കുക, ഉപകാരപ്പെടും. റെഡിയാണോ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If a car covers 2/5 of total distance with a speed of V1 and 3/5 of distance with a speed V2, then the average speed is. നോക്കൂ, ആദ്യത്തെ 2/5 ഇതേതാ ടൈം ആവറേജ് ആണോ ഡിസ്റ്റൻസ് ആവറേജ് ആണോ? ഡിസ്റ്റൻസ് ആവറേജ് ആണ്, ടൈമിനെ കുറിച്ച് പറയുന്നില്ല. ആദ്യത്തെ 2/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു സ്പീഡ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ S എന്ന് എഴുതി. സോ S1 പ്ലസ് S2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ S എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസിന് 2/5 ആണ് ആദ്യം V1 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം S1 ബൈ V1, S എന്താ? 2/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ V1 പ്ലസ് അടുത്തത് 3/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ V2. അപ്പോൾ ഈ S1 പ്ലസ് S2 ആണ് കേട്ടോ ഈ ഞാൻ S എന്ന് എഴുതുന്നത്. അപ്പോൾ S ഡിവൈഡഡ് ബൈ 2S ഡിവൈഡഡ് ബൈ 5V1, ഈ V1 ഇങ്ങോട്ടേക്ക് വരും, പ്ലസ് 3S ഡിവൈഡഡ് ബൈ 5V2. അതിൽ S ഡിവൈഡഡ് ബൈ എസിനെ കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ 2/5V1 പ്ലസ് 3/5V2. ഓക്കെ, അപ്പം ഈ എസും കട്ടാവും. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 5 10V2 പ്ലസ് 15V1 ഡിവൈഡഡ് ബൈ 5V1 പ്ലസ് 5V2, ദാറ്റ് ഇസ് 25V1 V2. റെഡി അല്ലേ? ഈ 25V1 V2 മുകളിലേക്ക് പോകും. അപ്പോൾ 25V1 V2 ഡിവൈഡഡ് ബൈ 10V2 പ്ലസ് 15V1, അതിൽ നിന്ന് 5 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. ആദ്യം നമുക്ക് V1 എഴുതാം. 15 5 പോയാൽ ബാക്കി 15 എത്ര ടൈംസ് 5 പോകും? 3 ടൈംസ്. അപ്പോൾ 3V1 പ്ലസ് 10 എത്ര ടൈംസ് 5 ഉണ്ട്? 2 ടൈംസ്, 2V2. 5 25 കട്ട് ചെയ്താൽ ദ ഫൈനൽ ആൻസർ ഇസ് 5V1 V2 ഡിവൈഡഡ് ബൈ 3V1 പ്ലസ് 2V2, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതിനോട് സിമിലർ ആയ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ, വെരി റീസെന്റ് നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. എ പേഴ്സൺ ട്രാവലിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി V1 ഫോർ എ സർട്ടൻ ഡിസ്റ്റൻസ് x and with a constant velocity V2 for next equal distance. അപ്പോൾ ആദ്യത്തെ x ഡിസ്റ്റൻസ് V1 സ്പീഡിലാണ്, അടുത്ത ഈക്വൽ x ഡിസ്റ്റൻസ് V2 സ്പീഡിലാണ്. അപ്പോൾ ടോട്ടൽ ജേണിയുടെ ഡിസ്റ്റൻസിന്റെ പകുതി ഡിസ്റ്റൻസ് V1 സ്പീഡും ബാക്കി പകുതി ഡിസ്റ്റൻസ് V2 സ്പീഡുമാണ്. അപ്പോൾ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് V1, അനദർ ഹാഫ് വിത്ത് സ്പീഡ് V2. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു V ആവറേജ് ഇസ് ഈക്വൽ ടു 2V1 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ല. അപ്പോൾ നോക്ക്, ഇത് 2 എടുത്ത് പുറത്തേക്ക് ഇടാം. അപ്പോൾ V ആവറേജ് ഡിവൈഡഡ് ബൈ 2 ഈസ്
ഈക്വൽ ടു V1 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. എന്നിട്ട് ഓപ്ഷനിലേക്ക് എത്തുന്നുണ്ട് നോക്ക്. അതിനൊന്ന് തിരിച്ചിട്ടോക്ക്. തിരിച്ചിട്ട് നമുക്ക് 2 ഡിവൈഡഡ് ബൈ V ആവറേജ് ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ V1 V2. ഇതെന്താണ്? 1 ബൈ V1 പ്ലസ് 1 ബൈ V2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ V1 പ്ലസ് V2 ഡിവൈഡ് ബൈ V1 V2 എന്ന് കിട്ടും. അപ്പം 2 ഡിവൈഡഡ് ബൈ V ആവറേജ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ഡിവൈഡ് ബൈ V1 V2 എന്ന് പറയുന്നത് 1 ബൈ V1 പ്ലസ് 1 ബൈ V2 ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത കോൺസെപ്റ്റ് കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കാറ്റഗറി ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ആക്സിലറേഷൻ 0 ആവുന്ന സിറ്റുവേഷനും ആക്സിലറേഷൻ 0 അല്ലാത്ത സിറ്റുവേഷനും. ഇത് ആക്സിലറേഷൻ 0 അല്ല മീൻസ് ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആവുന്ന സിറ്റുവേഷൻ. ഇവിടെ കാൽക്കുലസ് യൂസ് ചെയ്യേണ്ടി വരിക, അതായത് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും യൂസ് ചെയ്യേണ്ടി വരിക. പല കുട്ടികളുടെയും പ്രശ്നമാണ് വൺ ഡയമെൻഷൻ മോഷനിൽ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് ചോദ്യത്തിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കിക്കോ. ഇനി അങ്ങോട്ടേക്ക് ആ സംശയം ഉണ്ടാകാൻ പാടില്ല. ആക്സിലറേഷനോ വെലോസിറ്റിയോ ഡിസ്പ്ലേസ്മെൻറ്റോ ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാരിയബിളിനനുസരിച്ച് വാരി ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആയിട്ടാണ് തരുന്നത് എന്ന് വിചാരിച്ചത്. വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരാം, വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ തരാം, ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരാം, ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ തരാം. അങ്ങനെ വെലോസിറ്റി, ടൈം, വെലോസിറ്റി, ആക്സിലറേഷൻ, പൊസിഷൻ ഇതൊക്കെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തരുന്ന സമയത്ത് എങ്ങനെയാണ് ഫംഗ്ഷൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക? ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ ആയിട്ട് തരുന്ന സമയത്ത്, അതായത് ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ആക്സിലറേഷൻ 0 അല്ല, ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റും അല്ല, ഒരു ഫംഗ്ഷൻ ആയിട്ട് തരുന്ന സമയത്താണ് നമ്മൾ കാൽക്കുലസ് യൂസ് ചെയ്യേണ്ടി വരിക. ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് അറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. ഇനി വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി, ഈ ടേമും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആക്സിലറേഷൻ എന്താ? dv/dt ബൈ വെലോസിറ്റി എന്താ? dx/dt. അതിൽ dt കട്ടായി പോകും. അപ്പോൾ ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് dv/dx, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. ഇങ്ങനൊരു കാർ മൂവ് ചെയ്യുമ്പോൾ ഇത് x1 എന്ന് പറഞ്ഞ പൊസിഷൻ, ഇത് x2 എന്ന് പറഞ്ഞ പൊസിഷൻ, ഇത് x3 എന്ന് പറഞ്ഞ പൊസിഷൻ. കാറിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി വരിക. അപ്പോൾ x1, x2, x3 ആ പൊസിഷൻ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് സ്പീഡ് മാറുന്നുണ്ട്. അപ്പോൾ സ്പീഡിലുള്ളൊരു സ്മോൾ ചേഞ്ച് dv. എപ്പോൾ? എക്സിൽ സ്മോൾ ചേഞ്ച് സംഭവിക്കുമ്പോൾ dx സംഭവിക്കുമ്പോൾ. കാരണം ഇവിടെ കാർ നിൽക്കുമ്പോഴുള്ള സ്പീഡും കുറച്ച് മുന്നോട്ട് പോയി ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡും വ്യത്യാസമുണ്ട്. ആ രണ്ട് സ്പീഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് dv, ആ രണ്ട് പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് dx. അതായത് ഈ ലെങ്ത്താണ് dx വരിക. അതാണ് dv/dx, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. അപ്പോൾ അത് നമുക്ക് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v ഇൻറ്റു dv/dx എന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. എങ്ങനെ, ഏത്, എവിടെ, എപ്പോൾ എന്നൊക്കെയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ച് പറഞ്ഞുതരാം. ഇനി ഇൻ്റഗ്രേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ dt-നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. നോക്കൂ, ഈ dt-നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? dx ഇസ് ഈക്വൽ ടു v ഇൻറ്റു dt എന്ന് കിട്ടും. എന്നിട്ട് രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ പൊസിഷൻ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് v dt. സിമിലർലി വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആക്സിലറേഷൻ ഇൻറ്റു dt. ലിമിറ്റ് കൊടുക്കാൻ നമുക്ക് നിങ്ങൾക്കറിയാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എവിടെ മുതൽ എവിടം വരെയാണോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അതാണ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ഈ ഇക്വേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ അത് പിന്നെയും പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം വരിക, എങ്ങനെയാണ് പ്രോബ്ലം വരിക, എങ്ങനെയാണ് കാൽക്കുലസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ ഇസ് ലൊക്കേറ്റഡ് അറ്റ് എക്സ് ഈക്വൾ ടു 0 അറ്റ് ടി ഈസ് ഈക്വൾ ടു 0. അതായത് ഇനീഷ്യലി ഒരു പാർട്ടിക്കിൾ ഒറിജിനിലാണ്. സ്റ്റാർട്ട് മൂവിങ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് വെലോസിറ്റി v. Velocities varies as v is equal to root alpha into root x. അപ്പോൾ നോക്കൂ, ഇത് വെലോസിറ്റി, ഇത് പൊസിഷൻ. ഇവിടെ വെലോസിറ്റിക്ക് ഒരു ഫിക്സ്ഡ് വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. വെലോസിറ്റിക്ക് ഒരു ഫിക്സ്ഡ് വാല്യൂ 3 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ അങ്ങനെ തന്നിട്ടുണ്ടോ? ഇല്ല. പൊസിഷൻ മാറുന്നതിനനുസരിച്ച്, അതായത് കാർ 2 മീറ്റർ സഞ്ചരിക്കുമ്പോൾ കാറിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് അറിയാൻ ഇവിടെ 2 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ റൂട്ട് 2. ഇനി കാർ അല്പം കൂടെ മുന്നോട്ടേക്ക് പോയി 4 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 4th പൊസിഷനിലാണ് എത്തുന്നതെങ്കിൽ ഇവിടെ റൂട്ട് 4 വരും. അപ്പോൾ 2 ആൽഫ എന്ന് വരും. 16 മീറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ റൂട്ട് 16 വരും, 4 ആൽഫ എന്ന് വരും. അപ്പോൾ വെലോസിറ്റി പൊസിഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഇവിടെ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് വാരീസ് വിത്ത് ടൈം ആസ്.
ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാരീസ് വിത്ത് ടൈം ആസ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇക്വേഷൻ ഉണ്ടാക്കണം. അത് ടൈമിന് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നോക്കണം. ഡിസ്പ്ലേസ്മെൻറ്റിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ ഇവിടെ എക്സ് ഉണ്ടല്ലോ, നോക്കാം നമുക്ക്. വി നമുക്ക് എന്ത് ചെയ്താം, വി ഈസ് ഈക്വൽ ടു ആൽഫ റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. വി എന്ന് പറയുന്നത് വെലോസിറ്റീനെ നമുക്ക് എന്ത് ചെയ്താം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം dx/dt ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് റേസ് ടു 1/2. നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ അതിൽ എഴുതിയിട്ടില്ലല്ലോ. ഇനി ഡി ടീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് എക്സിനെ താഴത്തേക്ക് കൊണ്ടുവരാം. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഡി എക്സ് ഇവിടെയുള്ളത്, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എക്സിനെ കൊണ്ടുവരണം. അപ്പോൾ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 ഈസ് ഈക്വൽ ടു ആൽഫ ഡി ടി. അപ്പോൾ എക്സ് റേസ് ടു ഈ 1/2നെ മുകളിലേക്ക് കൊണ്ടുപോയാൽ എക്സ് റേസ് ടു -1/2 ഡി എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ഡി ടി. രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, ഡി ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി ആവും. സോ ടി ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു -1/2 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു -1/2 + 1 -1/2 + 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു -1/2 + 1 എന്ന് പറഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ 1/2. ശരിയല്ലേ? അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഈ 2 മുകളിലേക്ക് പോകും. 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് വരും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ ടൈമിൻ്റെ സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് കിട്ടും. കാരണം ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എഴുതുന്നില്ല, റൂട്ട് എക്സിന് സ്ക്വയർ വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് വാരീസ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ടൈം. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് നോക്കൂ. ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഇസ് ഗിവൺ. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിന് ഓരോരോ വാല്യൂ കൊടുക്കുമ്പോൾ ഓരോരോ ഡിസ്പ്ലേസ്മെൻറ്റാണ് കിട്ടുക. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് വാരിങ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. റെഡി? where t is time in second, x in meter. Find the acceleration of the particle when velocity of the particle is 0. വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വെലോസിറ്റി 0 ആകുന്ന സമയത്തുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി 0 ആകുന്ന സമയത്തുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. വെലോസിറ്റി എപ്പോഴാണ് 0 എന്ന് നോക്കണം. അപ്പോൾ ഇവിടുന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ടാക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ പൊസിഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കൂതാ. ടി ക്യൂബ് മൈനസ് 12നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടി ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ടി, 3 - 1 2 -12. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6t എന്ന് കിട്ടും അല്ലേ? 6t. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന സമയം വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ വെലോസിറ്റിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3t² - 12. അപ്പോൾ 12 is equal to 3t². 3 യും 12ഉം കട്ട് ചെയ്താൽ 4 is equal to t². t is equal to 2. അടുത്തിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വെലോസിറ്റി 0 ആവുന്ന സമയത്തുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് 6 × 2, ദാറ്റ് ഇസ് 12 m/s. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും ഒരു പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. The velocity of a particle is given v is equal to at plus bt square where a and b are constant. The distance travelled by it in 1 to 2 seconds. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഡി ടി. അതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയപ്പോൾ കണ്ടതാണല്ലോ. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം? 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള സമയത്തിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 to 2 ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. 1 to 2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വെലോസിറ്റിയുടെ ഫംഗ്ഷൻ എന്താ? at plus bt square dt. ഇതിനെ മുറിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ at dt-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. at dt-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? at² ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇനി bt dt-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അപ്പോൾ b അവിടെ വെച്ചിട്ട് t⁻²2 അല്ലേ? x⁻n+1/n+1. അപ്പോൾ t⁻2 + 1 3 ഡിവൈഡഡ് ബൈ 2 + 1 3. ഓക്കെ, ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1ഉം 2ഉം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a × 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് b × 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2³ is 8 ഡിവൈഡഡ് ബൈ 3 മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a × 1² is 1 itself ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇവിടെ പ്ലസ് ആണ്, ഈ ടേം ഇവിടെ പ്ലസ് അല്ലേ? b 1³ 1 itself. അപ്പോൾ b ഡിവൈഡഡ് ബൈ 3. ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നോക്ക് 4a/2 ഉണ്ട് ഇവിടെ. ഞാൻ ഈ 4നെ ഇപ്പുറത്തേക്ക് എഴുതി. 4a/2 ഉണ്ട് അവിടെ അല്ലേ? 4a/2 ന്ന് 1a/2 പോയാൽ 3a/2 പ്ലസ് ഇനി ഇവിടെ നോക്ക് 8b/3 ഉണ്ട് ഇവിടെ.
8b/3. അതിൽ നിന്ന് ഒരു b/3 സബ്ട്രാക്ട് ചെയ്യുക. സോ ഇത് മൈനസ്, ഈ രണ്ട് ടേം മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ മൈനസ് വരും. അപ്പോൾ 8b/3 ഒരു b/3 പോയാൽ 7b/3. സോ 3a/2 plus 7b/3, that is option B is the right answer. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത കോൺസെപ്റ്റ് ഗ്രാഫ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഗ്രാഫ് എന്ന് ഞാൻ ജനറലി ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ്, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ x. ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ y ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതറിയാലോ, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ y ആക്സിസും ഡിവൈഡഡ് ബൈ x ആക്സിസ്, y ആക്സിലെ കോർഡിനേറ്റ് ഡിവൈഡ് ബൈ x ആക്സിസിലെ കോർഡിനേറ്റ്. ഏരിയ എന്ന് പറയുമ്പോൾ എക്സിലെയും വൈൻ്റെയും കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഷേപ്പിനനുസരിച്ചിരിക്കും, അതിൻ്റെ ഏത് ഷേപ്പാണോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഏരിയൻ്റെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ഇനി നമുക്ക് സ്ലോപ്പും ഏരിയയും ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയട്ടെ, ടൈം പൊസിഷൻ ഗ്രാഫ് XT ഗ്രാഫാണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ നമ്മൾ പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം ചെയ്യണം. അപ്പോൾ XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റി. ഇനി VT ഗ്രാഫാണെന്ന് വിചാരിച്ചോ. VT ഗ്രാഫ് ഇങ്ങനെയാണ്. VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ y ഡിവൈഡഡ് ബൈ x, വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഇസ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? ആക്സിലറേഷൻ. ഏരിയ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? ഏരിയ കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടൈം ഇൻറ്റു y ആക്സിൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്രാഫ് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഇങ്ങനെ വന്ന് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ പോസിറ്റീവ് y ആക്സിസിലുള്ള ഏരിയനെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് y ആക്സിസിലുള്ള ഏരിയനെ നെഗറ്റീവായിട്ടും ട്രീറ്റ് ചെയ്യണം. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതും ചുമ്മാ ആഡ് ചെയ്താൽ മതി, ഓൾജിബ്രിക് സം ചെയ്താൽ മതി, ഇതിനെ നെഗറ്റീവായിട്ട് പരിഗണിക്കേണ്ട. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഭാഗത്തേക്കുള്ള ഗ്രാഫിൻ്റെ ഏരിയനെ നെഗറ്റീവായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, എല്ലാ ഏരിയയും മാഗ്നിറ്റ്യൂഡ് കണ്ട് ആഡ് ചെയ്താൽ മതി. റെഡി അല്ലേ? സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഡിസ്റ്റൻസ് ബാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദെൻ പല ഷേപ്പുകളിലുള്ള ഗ്രാഫുകൾ വരും. അതായത് ഓരോ ഇപ്പം ടൈം പൊസിഷൻ ഗ്രാഫിൽ XT ഗ്രാഫിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്നാണ് അർത്ഥം. കാരണം y ആക്സിസ് ആണ് അനങ്ങാതെ നിൽക്കുന്നത്. പക്ഷേ VT ഗ്രാഫിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ y ആക്സിസ് അനങ്ങാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ y ആക്സിൽ വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നാണ് അർത്ഥം. ആക്സിലറേഷൻ 0. ഓക്കെ, ഇനി VT ഗ്രാഫ് നോക്കൂ. VT ഗ്രാഫിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. അങ്ങനെ ഗ്രാഫിൽ നിന്നും ഇതുപോലത്തെ നമ്മൾ ജനറലായിട്ട് ഫിസിക്സിലുള്ള ഐഡിയകളൊക്കെ ഗ്രാഫിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വൺ ഡയമെൻഷൻ മോഷന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വെരി റീസെൻ്റ്ലി നീറ്റിന് 2 ഗ്രാഫ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 ഗ്രാഫ് XT ഗ്രാഫ് തന്നിട്ട് ടൈം പൊസിഷൻ ഗ്രാഫ് ഇങ്ങനെ A, B 2 പാർട്ടികളുടെ ടൈം പൊസിഷൻ ഗ്രാഫ് വന്നു. എന്നിട്ട് ആർക്കാണ് വെലോസിറ്റി കൂടുതൽ എന്ന് വെച്ചു. ഒബ്വിയസ്ലി സ്ലോപ്പ് കൂടുതലുള്ള ആൾക്കാണ് വെലോസിറ്റി കൂടുതൽ. സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ? Aക്കാണ് കൂടുതൽ. യെസ്, Aക്ക് സ്ലോപ്പ് കൂടുതലാണ്. സോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ വെലോസിറ്റി ടൈം? അപ്പോൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് അതിന് നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കും. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ വെലോസിറ്റി കുറഞ്ഞ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആവും. തിരിച്ച് താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി മാക്സിമം ആവും. അപ്പോൾ എറിയുന്ന സമയത്ത് വെലോസിറ്റി മാക്സിമം ആയിരിക്കും, അത് കുറഞ്ഞുകൊണ്ട് വരും. തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി കൂടിക്കൊണ്ട് വരും. പക്ഷേ മുകളിലേക്കുള്ള വെലോസിറ്റിയും താഴേക്കുള്ള വെലോസിറ്റിയും രണ്ടും 2 ഡയറക്ഷനിലായതുകൊണ്ട് ഒന്ന് പ്ലസ് എടുക്കണം, ഒന്ന് മൈനസ് എടുക്കണം. അപ്പോൾ നോക്കൂ, ഇനീഷ്യലി ഇറ്റ് ഹാസ് സം വെലോസിറ്റി. ഇത് താഴേക്ക് വരുന്ന മീൻസ് ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞ് വരും. ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആവും. പിന്നെ തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. താഴേക്കുള്ള വെലോസിറ്റിനെ നമ്മൾ നെഗറ്റീവ് ആക്സിൽ വരയ്ക്കും. അപ്പോൾ വെലോസിറ്റിൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ ഓപ്ഷൻ A ആണ് ആൻസർ. സ്പീഡായിരുന്നുവെങ്കിൽ ഓപ്ഷൻ B വന്നേനെ. കാരണം സ്പീഡാകുമ്പോൾ മുകളിലേക്ക് എറിയുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് 0 വന്നു. പിന്നെ സ്പീഡ് കൂടി പോകുന്നു. സ്പീഡ് സ്കേലാർ ആയതുകൊണ്ട് അതിന് മൈനസും പ്ലസ്സും ഇല്ലാത്തതുകൊണ്ട് അത് ഓപ്ഷൻ Bക്ക് സിമിലർ ആയിട്ട് വന്നേനെ. ലുക്ക് അറ്റ് ദ ഗ്രാഫ് 1 and 4 കെയർഫുള്ളി ഇൻഡിക്കേറ്റിംഗ് വിച്ച് വണ്ണസ് ദീസ് പോസിബിളി റെപ്രസെൻറ്റ് ദ വൺ ഡയമെൻഷൻ മോഷൻ. ഈ 3 ഗ്രാഫും പോസിബിൾ അല്ല. ഗ്രാഫ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ ടൈം റിവേഴ്സ് വരണം. പോസിബിൾ അല്ലല്ലോ. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് വരാത്തതുകൊണ്ട് ഈ ഗ്രാഫും പോസിബിൾ അല്ല. പിന്നെ ഇതിൽ പോസിബിളായ വൺ ആൻഡ് ഓൺലി ഗ്രാഫ് ഓപ്ഷൻ B ആണ്. ഇവിടെ നോക്കൂ, ഗ്രാഫ് ഷോസ് ബിലോ റെപ്രസെൻറ്റ് ഒബ്ജക്റ്റ് A ആൻഡ് ഒബ്ജക്റ്റ് B. ഒബ്ജക്റ്റ് Aൻ്റെ ടൈം പൊസിഷൻ ഗ്രാഫിൻ്റെ സ്ലോപ്പും Bൻ്റെ ടൈം പൊസിഷൻ ഗ്രാഫിൻ്റെ സ്ലോപ്പും സെയിം ആണ്. അതുകൊണ്ടാണ് ഈ 2 ഗ്രാഫ് പാരലൽ ആയിട്ട് നിൽക്കുന്നത്.
രണ്ടിൻ്റെയും സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ രണ്ടിൻ്റെയും വെലോസിറ്റി പോസിറ്റീവാണ്, രണ്ടും സെയിമുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഓഫ് എ ആൻഡ് വെലോസിറ്റി ഓഫ് ബി ആർ ഈക്വൽ. രണ്ടിൻ്റെയും സ്ലോപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും വെലോസിറ്റി പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് കിടക്കാം. നോക്കൂ, ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് കാര്യമായിട്ടുള്ളത് v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. ഈ 3 ഇക്വേഷനാണ്. പിന്നെ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ഇക്വേഷൻ ഉണ്ട്. sn is equal to നിങ്ങൾക്കറിയാം u plus a/2 into 2n-1. ഇനി ഇതിൽ ആക്സിലറേഷൻ, വെലോസിറ്റി, പൊസിഷൻ ഇത് എപ്പോഴൊക്കെ പ്ലസ് എടുക്കും എപ്പോഴൊക്കെ മൈനസ് എടുക്കുന്നില്ല. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലാണ് ഇത് കാര്യമായിട്ട് നിങ്ങൾക്ക് സംശയം വരിക. ഒത്തിരി ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടേക്കാണ്? മുകളിലേക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്ക്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ്? താഴേക്ക്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ആരൊക്കെ ഉണ്ട്? ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും. ഒരേ ഡയറക്ഷനിലുള്ള ആളുകൾക്ക് ഒരേ സൈൻ കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകൾ ഏത് ഡയറക്ഷനിലേക്കാണോ അത് പ്ലസ് എടുത്തേക്കാം. അങ്ങനെ തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ്റെ വേറെ റൂൾസുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. രണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടേക്കാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാർ മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് രണ്ടും ഞാൻ പ്ലസ് എടുത്തു. അത് അങ്ങനത്തെ എടുക്കണം ഒരു നിർബന്ധമില്ല. ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും നെഗറ്റീവ് എടുക്കാം, അപ്പോൾ ജി പോസിറ്റീവ് എടുത്താൽ മതി. ഇനി ഇത് രണ്ടും പ്ലസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജി എന്തെടുക്കണം? മൈനസ് എടുക്കണം. ഇത് രണ്ടും പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ജി മൈനസ് എടുക്കണം. കാരണം ആ രണ്ടെണ്ണത്തിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ജി ആക്ട് ചെയ്യുന്നത്. റെഡി? ഇനി ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് എറിയുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി താഴേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്ക്. അപ്പോൾ എല്ലാം പ്ലസ് എടുക്കാം അല്ലെങ്കിൽ എല്ലാം മൈനസ് എടുക്കാം. എന്തെടുത്താലും നിങ്ങളുടെ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ എടുക്കുന്ന സൈൻ കൺവെൻഷൻ ശ്രദ്ധിച്ച് നോക്കാം. ഇതേപോലെ തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. മനസ്സിലുണ്ടാവേണ്ട ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലുള്ള ആളുകൾക്കൊക്കെ ഒരേ സൈൻ കൊടുക്കണം. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സൈൻ കൺവെൻഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൈൻ കൺവെൻഷൻ ചൂസ് ചെയ്തു, നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുകളിലേക്കുള്ളത് പ്ലസ് കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ പ്രോബ്ലം കഴിയുന്ന വരെ മുകളിലേക്കുള്ള ക്വാണ്ടിറ്റി ഒക്കെ പ്ലസ് കൊടുക്കണം. ഇടയിൽ വെച്ചിട്ട് പിന്നെ സൈൻ മാറ്റാൻ പാടില്ല. ക്ലിയർ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. പിന്നെ മറ്റൊരു കാര്യം, വെലോസിറ്റി കൂടുകയാണെങ്കിൽ അത് ആക്സിലറേഷൻ ആണ്, അപ്പോൾ ആക്സിലറേഷൻ പ്ലസ് കൊടുക്കണം. വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് റിട്ടാർഡേഷൻ ആണ്, റിട്ടാർഡേഷൻ മൈനസ് കൊടുക്കണം. ഓക്കെ, വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് എ ടാർഗറ്റ്, ഇറ്റ്സ് വെലോസിറ്റി ഡിക്രീസ്ഡ് ഹാഫ് ബൈ പെനട്രേറ്റിംഗ് 30 cm on it. അപ്പോൾ നോക്കൂ, ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ട്, അതിൻ്റെ തിക്നെസ് 30 cm ആണ്. ആൻസറും സെൻറ്റിമീറ്ററിലാണ്, സോ ഞാൻ യൂണിറ്റ് മാറ്റുന്നില്ല. ഒരു ബുള്ളറ്റ് വന്ന് ഇടിച്ചപ്പോൾ അതിൻ്റെ വെലോസിറ്റി യു, അത് പെനട്രേറ്റ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി ഹാഫായി. ഓക്കെ, ഇനി എന്താ ചോദിച്ചാൽ അറിയോ? ദ അഡീഷണൽ തിക്നെസ് വിൽ ഇറ്റ് പെനട്രേറ്റ് ബിഫോർ കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പീസും കൂടെ വെച്ചെടുത്തു. അതിൻ്റെ തിക്നെസ് എക്സ് ആണ്. അത് പെനട്രേറ്റ് ചെയ്ത് പുറത്ത് കിടക്കുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ വെലോസിറ്റി 0 ആക്കണമെങ്കിൽ അഡീഷണലി എത്ര തിക്നെസ് കൂടെ വെക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ വെലോസിറ്റി 0 ആയിട്ടില്ല, u/2 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാങ്ക് കൂടെ വെച്ച് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുത്തു. അത് പെനട്രേറ്റ് ചെയ്യുമ്പോഴേക്കും ഫൈനൽ വെലോസിറ്റി 0 ആകണമെങ്കിൽ ആ വെക്കണതിന് മിനിമം എത്ര തിക്നെസ് വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിലെ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. ഫൈനൽ വെലോസിറ്റി u/2, ഇനീഷ്യൽ വെലോസിറ്റി u. അപ്പോൾ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ u/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് u സ്ക്വയർ പ്ലസ് 2as ആണ്. ഞാൻ മൈനസ് എടുത്തതെന്നുണ്ടെന്ന് വെച്ചാൽ വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇനീഷ്യലി u ആയിരുന്നു, ഇപ്പോൾ u/2. ഇപ്പോൾ വെലോസിറ്റി കുറയുമ്പോൾ റിട്ടാർഡേഷൻ ആണ്. മൈനസ് 2a ഡിസ്പ്ലേസ്മെൻറ്റ് 30. ഇതിനടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ u സ്ക്വയർ ബൈ 2 u സ്ക്വയർ ഡിവൈഡ് ബൈ 4, u സ്ക്വയർ ബൈ 4 മൈനസ് u സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2a ഇൻറ്റു 30. u സ്ക്വയർ ബൈ 4 മൈനസ് u സ്ക്വയർ ചെയ്താൽ നമുക്ക് മൈനസ് ഓഫ് 3 u സ്ക്വയർ ബൈ 4 കിട്ടും. ആ മൈനസും ആ മൈനസ് 2asനെ മൈനസ് ഞാൻ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2a ഇൻറ്റു 30 കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ, ഇവിടെ ഈ പ്ലാങ്ക് ഇത്രയും ഭാഗം പെനട്രേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി u/2, ഫൈനൽ വെലോസിറ്റി 0. അപ്പോൾ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് 2a പെനട്രേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ്. ഇവിടെ പെനട്രേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ്. ഇതിനടുത്ത് ഇങ്ങോട്ടേക്ക് കിട്ടാൽ മൈനസ് u സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2ax. അപ്പോൾ u സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ax. ക്വസ്റ്റ്യൻ നമ്പർ 2. 1ഉം 2ഉം ഡിവൈഡ് ചെയ്യാം. 1 എന്താ? 3u സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ
യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ്. ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഡീഷണലി പെനട്രേറ്റ് ചെയ്ത തിക്നെസ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു സ്ക്വയർ ക്യാൻസൽ ചെയ്തു, 2a ക്യാൻസൽ ചെയ്തു. 3 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ എക്സ്. ശരിയല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ നമ്മളെ ഇനീഷ്യൽ വെലോസിറ്റി u/2 ആണ്. ഈ സിറ്റുവേഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി u/2 ആണ്. സോറി, നമ്മളവിടെ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് റെക്ടിഫൈ ചെയ്യട്ടെ. നോക്കൂ, ഇവിടെ രണ്ടാമത്തെ പ്ലാങ്ക് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ പ്ലാങ്കിൽ നിന്നും ഫൈനലി പുറത്ത് കിടക്കുന്ന വെലോസിറ്റിക്ക് u/2 ആണ് വെലോസിറ്റി. അതാണ് രണ്ടാമത്തെ പ്ലാങ്കിലേക്ക് കയറിയിട്ട് ഫൈനൽ വെലോസിറ്റി 0 ആയത്. അപ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റി 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി u/2 ആണ്, ഹോൾ സ്ക്വയർ മൈനസ് 2a പെനട്രേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ്. പറഞ്ഞ് മനസ്സിലായോ? രണ്ടാമത്തെ പ്ലാങ്കിലേക്ക് കയറുന്ന സമയത്ത് ആദ്യത്തെ പ്ലാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ രണ്ടാമത്തെ പ്ലാങ്കിലേക്ക് കയറുന്നത്. ആ സമയത്ത് അതിന് ഇനീഷ്യൽ വെലോസിറ്റി u/2 ആണ്, ഫൈനൽ വെലോസിറ്റി 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു u/2 ഹോൾ സ്ക്വയർ മൈനസ് 2as. അപ്പോൾ ഇതിനങ്ങോട്ട് വന്നാൽ മൈനസ് ആവും. ആ മൈനസ് കൂടുതൽ മൈനസ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ u²/4 ഈസ് ഈക്വൽ ടു 2ax. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. In equation number 2, u²/4 is equal to 2ax divided by equation number 1, 3u²/4 is equal to 2a into 30. u² cancel ചെയ്തു, 4 cancel ചെയ്തു, 2a cancel ചെയ്തു. അപ്പോൾ നമുക്ക് 1 divided by 3 is equal to x divided by 30. 33 കട്ട് ചെയ്താൽ 10 കിട്ടും. 10 അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ x is equal to x is equal to 10 centimeter. That is option C is the right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. A parachute after bailing out falls 80 meter without friction. When the parachute open, it decelerate 2 meter per second square. It reaches the ground with a speed of 20 meter per second. At what height did he bail out? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇവിടെ നോക്കുക. ഒരു പാരച്യൂട്ട് ചാടുന്ന അയാൾ പാരച്യൂട്ട് ഒരു വെഹിക്കിളിനായിരിക്കും, ഒരു വിമാനത്തിൽ നിന്നായിരിക്കും താഴേക്ക് ചാടിയിട്ടുണ്ടാവുക. എനിവേ അതിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് 80 മീറ്റർ അയാൾ ഫോൾ ചെയ്യുന്നത് ഫ്രീ ഫോൾ ആണ്. ബിക്കോസ് അയാൾ പാരച്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. 80 മീറ്റർ താഴേക്ക് വീണതിന് ശേഷം അയാൾ പാരച്യൂട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ അയാൾ പാരച്യൂട്ടിൻ്റെ എഫക്റ്റിൽ അയാൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോന്നു. അങ്ങനെ താഴെത്തുക, വിച്ച് മീൻസ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ അയാളുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പാരച്യൂട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ആ പാരച്യൂട്ട് ഡീസിലറേറ്റ് ചെയ്യാണ്. അതിൻ്റെ വെലോസിറ്റി കുറയുകയാണ്. അയാളുടെ വെലോസിറ്റി കുറയുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -20 ആണ്. -20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എത്ര ഹൈറ്റ് നിന്നാണ് ചാടി? എത്ര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനോട് 80 ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ പറയാം മക്കളെ. അയാൾ ചാടിയ 80 മീറ്റർ അയാൾ എയറിലൂടെ ഫ്രീ ഫാളിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫാൾ ആയതുകൊണ്ട് ആക്സിലറേഷൻ കൂടി ഗ്രാവിറ്റിയാണ്. അങ്ങനെ അയാൾ താഴേക്ക് വീഴാണ്. താഴേക്ക് വീഴുമ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഇവിടെ ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കാം. ടൈം അറിയില്ല, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നറിയാം. അപ്പോൾ നമുക്ക് v² is equal to u² plus 2as. അവിടെ ഞാൻ എല്ലാം പ്ലസ് എടുക്കുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റിയും താഴേക്ക് തന്നെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കാണ്. അപ്പോൾ അവിടെ എല്ലാം പ്ലസ്, എല്ലാം താഴേക്ക് എല്ലാം പ്ലസ്. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0, 2as, 2 ഇൻറ്റു ആക്സിലറേഷൻ 10 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 80. അപ്പോൾ v² is equal to 1600. ശരിയല്ലേ? 1600 ഇതാണ് v². അതായത് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അയാളുടെ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഫാൾ അല്ല, ആക്സിലറേഷൻ മാറി. പിന്നെ അയാളുടെ വെലോസിറ്റി കുറയുക ചെയ്യുന്നത്. പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എയറിൻ്റെ പ്രഷർ, എയറിൻ്റെ എഫക്റ്റ് കാരണം അയാൾ പതുക്കെയാണ് താഴേക്ക് വീഴുക. അപ്പോൾ അയാളുടെ വെലോസിറ്റി 1600. അയാളുടെ വെലോസിറ്റി എത്രയാണോ v² 1600 ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് എടുത്താൽ 400 ആയിരിക്കും. പിന്നെ അവിടുത്തെ വെലോസിറ്റി കുറഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ അത് ഡീസിലറേറ്റ് ചെയ്യാണ്. അങ്ങനെ ഡീസിലറേറ്റ് ചെയ്ത് ഫൈനലി ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി 20 ആണ്. അപ്പോൾ ഇവിടുത്തെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയാണ്, വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഹൈറ്റ് ട്രാവൽ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റീൻ്റെ സ്ക്വയർ എത്രയാണെന്നറിയാം, 1600. ഫൈനൽ വെലോസിറ്റി 20 ആണ്. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഫൈനൽ വെലോസിറ്റി സ്ക്വയർ 20ൻ്റെ സ്ക്വയർ 400 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ. ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, 1600 മൈനസ് റിട്ടാർഡേഷൻ ആയതുകൊണ്ട് -2, ആക്സിലറേഷൻ 2 ആണ്, s.
അപ്പോൾ ഈ 1600 അങ്ങോട്ട് കൊണ്ടുവന്നാൽ 400 മൈനസ് 1600 ഈസ് ഈക്വൽ ടു 4s മൈനസ് 4s. 1200 മൈനസ് 1200 ഈസ് ഈക്വൽ ടു മൈനസ് 4s. മൈനസും മൈനസും ക്യാൻസലായി 4ഉം 12ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ s ഇസ് ഈക്വൽ ടു നമുക്ക് 300 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 300 മീറ്റർ എന്ന് കിട്ടി. 80 മീറ്റർ ഫ്രീ ഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഹൈറ്റ് 380 മീറ്റർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ് ഡൗൺ ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് t is equal to 0. Let Sn is the distance travelled by the book in n minus 1 second to n second. Then the ratio of Sn and Sn plus 1. അതായത് nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും n+1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും നമ്മൾ റേഷ്യോ ആണ്. അപ്പം ബ്ലോക്ക് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ Sn എന്ന് പറയുന്നത് u ഇല്ല, a ഡിവൈഡഡ് ബൈ 2 n minus 1 ഡിവൈഡഡ് ബൈ Sn+1. 5 സെക്കൻഡും 6 സെക്കൻഡും അതാണ് എന്നും nth സെക്കൻഡും n+1 സെക്കൻഡും. അപ്പോൾ ഇവിടെ n സെക്കൻഡിൽ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 2n minus 1 എന്നാണ് കൊടുക്കുക. അപ്പം n+1 സെക്കൻഡിൽ a/2 ഇൻറ്റു n2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ nth സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് n എന്ന് കൊടുത്തു. n+1 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ആ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ n+1 കൊടുക്കും -1. അതായത് 2n minus 1 എന്നാണ് നമ്മളിവിടെ ചെയ്തത്. ആ എന്നിൻ്റെ സ്ഥാനത്ത് n+1 ആണ് കൊടുത്തത്. ആക്സിലറേഷൻ രണ്ടും സെയിം ആണ്. അപ്പോൾ അത് കട്ട് ചെയ്തു. 2n minus 1 ഡിവൈഡഡ് ബൈ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2n plus 2 minus 1. അപ്പോൾ 2n minus 1 ഡിവൈഡഡ് ബൈ 2n plus 2 minus 1 1 വരും. അപ്പോൾ 2n plus 1. 2n minus 1 ഡിവൈഡഡ് ബൈ 2n plus 1. 2n minus 1 ഡിവൈഡ് ബൈ 2n plus 1. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ കോൺസെപ്റ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ ഞാൻ റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് പറയാം. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 150 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ഗോയിങ് ടുവേർഡ്സ് നോർത്ത് ഡിറക്ഷൻ അറ്റ് എ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ട്രെയിന് നോർത്ത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ടേക്ക് കാണിച്ചു. ട്രെയിനിൻ്റെ ലെങ്ത്ത് 150 മീറ്റർ ആണ്. എ പാരറ്റ് ഫ്ലൈസ് അറ്റ് എ സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് സൗത്ത് പാരലൽ ടു ദ ട്രാക്ക്. അപ്പോൾ നോർത്ത് ഇങ്ങോട്ടേക്ക് കാണിച്ച സ്ഥിതിക്ക് ആ പാരറ്റ് പറക്കുന്നത് നോർത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോഴല്ലേ സൗത്ത് ഡയറക്ഷനിലാണ്, വിച്ച് മീൻസ് നോർത്തിൻ്റെ ഓപ്പോസിറ്റ്, വിത്ത് എ സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. ദ ടൈം ടേക്കൺ ബൈ ദ പാരറ്റ് ക്രോസ് ദ ട്രെയിൻ. അപ്പോൾ ഇവിടെ ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി VA മൈനസ് VBയും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ VA പ്ലസ് VB വരും. അപ്പോൾ പാരറ്റ് മാത്രമല്ല ട്രാവൽ ചെയ്യുന്നത്, പാരറ്റ് ക്രോസ് ചെയ്യുന്ന ട്രെയിനും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? ഈ ട്രെയിനിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ട്രെയിനിൻ്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ട്രാവൽ ചെയ്യണ്ടേ? 150 മീറ്റർ ട്രാവൽ ചെയ്യണം. ഡിവൈഡഡ് ബൈ എത്ര സ്പീഡിൽ? റിലേറ്റീവ് സ്പീഡ്. ട്രെയിൻ മുന്നോട്ടേക്ക് പോകുന്നത് 10ലാണ്, പാരറ്റ് പുറകോട്ട് ട്രെയിൻ ഓപ്പോസിറ്റ് പോകുന്നത് 5ലാണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ 15 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 10 സെക്കൻഡ്സ് കിട്ടും. സോ 10 സെക്കൻഡ് കൊണ്ട് ആ ട്രെയിനിന് പാരറ്റിന് ക്രോസ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. So that is the end of the session. I hope all the things are very clear to you. Thank you so much. This is JB from Silent Learning. Bye and all the best.